നിനക്കായി മാത്രം ഭാഗം 31. ഐ പ്രോമിസ് യു. നിനക്ക് അച്ഛനെയും അമ്മയെയും ഏട്ടനെയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്നെനിക്കറിയാം. അവരൊക്കെ ഞാൻ തിരിച്ച് നിനക്ക് തരും. അവരൊക്കെ വരും നിൻ്റെ അടുത്തേക്ക്. ഹരി പറഞ്ഞാൽ അവൾക്കത് വിശ്വാസമാണ്. അതിന് അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. അവൻ്റെ ചുണ്ടുകൾ വീണ്ടും അവളുടെ നെറ്റിയിൽ പ്രണയത്തോടെ ഒന്ന് പതിഞ്ഞു. നെറ്റിയിൽ നിന്ന് പതിയെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് ചേക്കേറി. ആദ്യമായി അവൻ്റെ ചുണ്ടുകൾ പ്രണയത്തോടെ അവളുടെ ചുണ്ടുകളിൽ പതിഞ്ഞു. പ്രണയിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ന് വരെ നെറ്റിയിലും കവിളിലും മാത്രം ഒതുങ്ങി നിന്നതായിരുന്നു അവൻ്റെ ചുംബനങ്ങൾ അത്രയും. പക്ഷേ ഇന്നാദ്യമായി അത്രയും പ്രണയത്തോടെയും അവൻ അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തിരുന്നു. ഒരു വിരൽത്തുമ്പിനാൽ പോലും അവൾ അവനെ എതിർത്തില്ല. അവൻ്റെ ചുംബനം അവൾ ആവോളം ആസ്വദിക്കുക തന്നെയായിരുന്നു. ഒടുവിൽ അത്രയും ആഗ്രഹത്തോടെ അവൻ അവളെ നോക്കിയപ്പോഴും അവൾ അവനെ എതിർത്തിരുന്നില്ല. ബാൽക്കണിയിൽ നിന്ന് അവളുമായി അകത്തെ മുറിയിലേക്ക് പോകുമ്പോൾ അവനുള്ളിൽ എന്തിനോ ഉള്ള വ്യഗ്രത നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അവളെ കട്ടിലിലേക്ക് കിടത്തി ലൈറ്റ് അണച്ചുകൊണ്ട് അവളുടെ ദേഹത്തേക്ക് അവനൊന്ന് അമർന്നു. ഒരു കുറുകലോടെ അവൾ അവനെ മുറുകെ പിടിച്ചു. അവൻ്റെ കൈകളാൽ അവളുടെ ഉടയാടകൾ അഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. രാത്രിയിലെ രതി അനുഭവങ്ങൾക്കിടയിൽ അവൻ അവളെയും അവൾ അവനെയും പല ആവർത്തി തന്നിലേക്ക് ചേർത്തുകൊണ്ടിരുന്നു. ഒടുവിൽ രാത്രിയിലെ ഏതോ യാമത്തിൽ അവളിലെ പെണ്ണിനെ പൂർണ്ണമായി തൊട്ടുണർത്തി അവളെ സ്വന്തമാക്കുമ്പോൾ അവൾ അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. ഒടുവിൽ അവൻ അവളുടെ ദേഹത്തേക്ക് തളർന്നു വീണപ്പോഴും അവൾ അവനെ തൻ്റെ മാറിലേക്ക് ചേർത്ത് കിടത്തിയിരുന്നു. വാവേ. അവളുടെ നെഞ്ചിൽ നിന്ന് കഴുത്ത് വരെ മുഖമൊന്ന് ഓടിച്ചു കൊണ്ടുവന്നുകൊണ്ട് അവൻ അവളെ വിളിച്ചു. ഒന്ന് കുറുകിക്കൊണ്ട് അവൾ അവനെ നോക്കി. ദേഷ്യമുണ്ടോ എന്നോട്? പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി. അവൻ ചോദിച്ചത് എന്താണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ. അല്ല, നിന്റെ സമ്മതമില്ലാതെ പെട്ടെന്ന് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? പോടാ. വൈഗ അത് ചോദിച്ചതും അവൻ്റെ താടിയിൽ പിടിച്ചൊന്ന് വലിച്ചു. അപ്പോൾ എൻ്റെ വാവയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? അത് ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്തെ കള്ളച്ചിരിയുള്ളത് ആ നേരിയ വെളിച്ചത്തിലും വൈഗ കാണുന്നുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ ഒന്നും കൂടെ ആവാം. അവൻ വീണ്ടും പുതപ്പെടുത്ത് ഇരുവരുടെയും തലവഴി മൂടി. ആ മുറിയിൽ വീണ്ടും അവരുടെ കുറുകലുകൾ, മൂളലുകൾ, നിശ്വാസം, കിതപ്പ് അങ്ങനെ നിറഞ്ഞു വന്നുകൊണ്ടിരുന്നു. ആ രാത്രി മുഴുവൻ അവർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. ഹരിക്ക് അവൻ്റെ വൈഗയെ തൻ്റേതാക്കാൻ വേണ്ടി മാത്രമുള്ള രാത്രി. ദിവസങ്ങൾ പിന്നെയും പതിയെ പോയിക്കൊണ്ടിരുന്നു. ഇനി തിരികെ മുംബൈയിലേക്ക് പോകണോ വേണ്ടയോ എന്ന് ഹരി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈഗ നഴ്സിംഗ് പഠിച്ച് കഴിയുന്നത് വരെയെങ്കിലും നാട്ടിൽ തന്നെ നിൽക്കണം എന്നാണ് ഹരി തീരുമാനിച്ചിരിക്കുന്നത്. നാട്ടിലേക്ക് വന്ന് വീട് താമസത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ വൈഗ തിരികെ കോളേജിൽ പോയി പഠിച്ചു തുടങ്ങിയിരുന്നു. ഇതിനിടയിൽ പലതവണ വഴിയിൽ വെച്ചൊക്കെ ഏട്ടനെയും അച്ഛനെയും ഒക്കെ കാണുമെങ്കിലും അവരാരും അവളോട് സംസാരിക്കുകയോ നേരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയോ പോലും ചെയ്യാറില്ലായിരുന്നു. ഇതെല്ലാം കാണുമ്പോൾ ഉള്ളിലൊരു നോവുണ്ടെങ്കിലും ഇക്കാര്യം പറഞ്ഞ് ഹരിയെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി അവളതെല്ലാം ഉള്ളിലൊതുക്കുകയാണ് ചെയ്തത്. ഇതിനൊക്കെ പുറമേ പറയുവാണെങ്കിൽ സംഗീത, അതായത് ഹരിയുടെ അമ്മ, അവരൊരിക്കൽ വൈഗയെ കാണുന്നതിന് വേണ്ടി കോളേജിൻ്റെ പരിസരത്തെത്തിയിരുന്നു. പലയിടത്തും വെച്ച് നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമൊക്കെ അത് ഹരിയുടെ അമ്മയാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ഫോട്ടോ കാണിച്ചതുകൊണ്ട് ഹരി പറഞ്ഞപ്പോഴാണ് അതാണ് ഹരിയുടെ കഥയിലെ വില്ലത്തി എന്ന് വൈഗയ്ക്ക് മനസ്സിലായത്. ഒരു ദിവസം കോളേജ് കഴിഞ്ഞ് വരുന്ന സമയം വഴിയിൽ പിടിച്ചു നിർത്തി എന്തോ കാര്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അത് ഹരിയോടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത് ഒന്നിക്കാനുള്ള തീരുമാനത്തിലായിരിക്കും എന്നായിരുന്നു വൈഗ ചിന്തിച്ചത്. അവരങ്ങനെ തടഞ്ഞു നിർത്തിയ ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ അവളിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. നീ എന്തിനാ അവനെ പോലെ ഒരുത്തനെയൊക്കെ വിവാഹം കഴിക്കാൻ നിന്നത് കൊച്ചേ? പുച്ഛത്തോടു കൂടിയുള്ള ഈയൊരു ചോദ്യമായിരുന്നു അവരുടെ നാവിൽ നിന്ന് ആദ്യം വീണത്. തൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിയതിനുള്ളൊരു വിഷമം വൈകിയിലുണ്ടായിരുന്നുവെങ്കിലും അവർ ഹരിയെ പറഞ്ഞത് അവൾക്ക് ഒട്ടും അംഗീകരിക്കാനാവാത്ത കാര്യമായിരുന്നു. മറ്റെന്ത് കാര്യമായിരുന്നുവെങ്കിലും അവൾ അത് സഹിച്ചും പുറത്തും നിന്നേനെ. പക്ഷേ ഹരിയെ അങ്ങനെ പറഞ്ഞത് അവൾക്കൊട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമായിരുന്നു. പിന്നീട് അവരെ കൊണ്ടൊന്നും ഇങ്ങോട്ട് പറയിപ്പിക്കാതെ എല്ലാം അവൾ തന്നെ അങ്ങോട്ട് അവരോട് പറഞ്ഞൊതുക്കി തീർത്തിരുന്നു. ഇനി മേലിൽ തന്നെയോ ഹരിയേട്ടനെയോ കാണാനോ സംസാരിക്കാനോ ശ്രമിക്കരുതെന്ന് താക്കീത് ചെയ്തിട്ടാണ് അവളന്ന് തിരികെ വന്നത്. വീട്ടിലേക്ക് വന്ന് ഹരിയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അവൻ അത്ഭുതമായിരുന്നു. കാരണം എല്ലാവരോടും സമാധാനപ്രിയമായിട്ട് സംസാരിക്കുന്ന വൈഗയാണ് ഹരിക്ക് അറിയാവുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള വൈഗ അവൻ അത്ഭുതം തന്നെയായിരുന്നു. പോരാത്തതിന് അവൾ സംഗീതയോട് സംസാരിച്ച രീതിയും പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ഹരിക്ക് ഒരുപാടങ്ങ് ഇഷ്ടമാവുകയും ചെയ്തു. പുതിയ വീട്ടിലേക്ക് മാറി താമസിച്ചപ്പോൾ ഇനി ആ നശിച്ച മുഖം കാണേണ്ടി വരില്ലല്ലോ എന്നൊരു ചിന്ത മാത്രമായിരുന്നു അവൻ്റെ ഉള്ളിൽ ആദ്യം ഉണ്ടായിരുന്നത്. അതിനിടയ്ക്കാണ് ഇങ്ങനെ അവർ ശല്യം ചെയ്തു വരുന്നത്. വൈഗയെ അവരിങ്ങനെ വന്ന് കണ്ടു എന്നറിഞ്ഞ സമയം തന്നെ അവരെ ഒന്ന് പോയി കാണണമെന്ന കാര്യവും മനസ്സിൽ ഹരി തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി വഴിയിൽ വെച്ചൊന്നും സംസാരിക്കേണ്ടെന്ന് കരുതി ഹരി നേരെ കയറി ചെന്നത് അവരുടെ മംഗലത്ത് ഓഫീസിലേക്കായിരുന്നു.
അവിടെ പോയി അവരോട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇനി മേലിൽ തന്നെയോ അവളെയോ കാണാൻ ശ്രമിക്കരുതെന്ന കാര്യം അവരോട് അവൻ പറഞ്ഞത്. അവൻ്റെ സംസാരത്തിൽ ഒരു ഭീഷണിയുടെ ലാഞ്ചനം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സംഗീത അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം അല്പം ഭയത്തോടു കൂടിയായിരുന്നു കേട്ടിരുന്നത്. എന്തൊക്കെ വന്നാലും സ്വന്തം ജീവനിൽ പേടിയുള്ള സംഗീത ഇനി ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരില്ല എന്ന് ഹരിക്ക് ഉറപ്പായിരുന്നു. ഹരി ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നാണ് ജോലി ചെയ്യുന്നത്. മുംബൈയിലുള്ള കമ്പനിയിൽ എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സും വീഡിയോഗ്രാഫിയും ഒക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കും. വർക്ക് ഫ്രം ഹോമായി അവൻ മുഴുവൻ സമയവും വീട്ടിലുണ്ടാവുന്നത് കൊണ്ട് തന്നെ വൈഗയ്ക്കും അതൊരു സന്തോഷമാണ്. ഒരു ദിവസം രാവിലെ തന്നെ ഹരി റെഡിയായി ഇറങ്ങുന്നത് കണ്ടതും വൈഗ അവനെ സംശയത്തോടെ നോക്കി. ഹരിയേട്ടൻ എങ്ങോട്ട് പോവാ? ഞാനൊന്ന് ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. സംതിങ് ഫോർ മൈ വർക്ക്. സോ എൻ്റെ വാവ കൂടെ വന്നാൽ അത് വാവയ്ക്ക് വളരെ ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് കൊച്ചിവിടെ തന്നെ ഇരിക്കുക കേട്ടോ. ഹരി പറഞ്ഞതും വൈഗ തലയാട്ടി സമ്മതിച്ചു. അവൾക്കിപ്പോൾ അവസാന വർഷ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള സ്റ്റഡി ലീവിൻ്റെ സമയമാണ്. അതുകൊണ്ട് ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമില്ല. ഹരി പോയി കഴിഞ്ഞതും വൈഗ അകത്തേക്ക് കയറി വാതിലടച്ചിരുന്നു. ഹരി വീട്ടിലില്ലാത്ത സമയത്ത് വാതിൽ കുറ്റിയിട്ടിരിക്കണം എന്നുള്ളത് അവൻ നിർബന്ധിച്ച് അവളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഹരി പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം ഇരുന്ന് പഠിക്കാമെന്ന് കരുതി ബുക്കെടുത്ത് ഹാളിലെ സോഫയിലേക്ക് വന്നിരുന്നതാണ് വൈഗ. പക്ഷേ അതേ സമയം തന്നെ വീടിൻ്റെ മുറ്റത്ത് ആരുടെയോ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം അവൾ കേട്ടിരുന്നു. ഹരിയേട്ടൻ പോയിട്ട് ഇത്ര വേഗം തിരികെ വന്നോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവൾ വാതിലിൻ്റെ അടുത്തേക്ക് നടന്നത്. വാതിലിനരികിലായി തന്നെ വലിയൊരു ജനലുണ്ട്. അതുവഴി നോക്കിയാൽ മുറ്റത്ത് ആര് നിന്നാലും മുഴുവനായി കാണാൻ പറ്റും. വൈഗ അതുവഴി നോക്കിയപ്പോൾ കാണുന്നത് ഒരു വണ്ടി മാത്രമാണ്. പക്ഷേ വണ്ടി ആരുടേതാണെന്ന് മനസ്സിലാക്കാൻ അവൾക്കധികം സമയമൊന്നും ആവശ്യം വന്നില്ല. വേഗം തന്നെ അവൾ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അവളെ കണ്ടപ്പോൾ തന്നെ ഓടി വരുന്ന അമ്മയെ കണ്ട് അവളും ഓടിപ്പോയി കെട്ടിപ്പിടിച്ചിരുന്നു. അമ്മയും അവളും ഒരുപോലെ കരയുകയായിരുന്നു. പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല. എങ്കിലും അവളുടെ തലയിലൂടെയൊക്കെ തലോടിക്കൊണ്ട് അമ്മ പൊട്ടിക്കരയുകയായിരുന്നു. 3 മാസം കഴിഞ്ഞിരിക്കുന്നു അമ്മയെ ഒന്ന് കണ്ടിട്ട്. വൈഗ ഓർത്തോർത്ത് വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ മോക്ക് സുഖമാണോ? കണ്ണുനീരൊന്ന് സാരിത്തുമ്പ് കൊണ്ട് തുടച്ചു നീക്കിക്കൊണ്ട് അവളുടെ തലയിൽ തലോടി അമ്മ അരുമയായി ചോദിച്ചു. കരച്ചിലിനിടയിൽ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൾ അതേ എന്ന രീതിയിൽ തലയാട്ടി. അത് കേട്ടാൽ മതി അമ്മയ്ക്ക് എന്ന് പറഞ്ഞ് അമ്മ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. അതിനുശേഷം അവളുടെ നോട്ടം കുറച്ച് മാറി നിൽക്കുന്ന അച്ഛൻ്റെ നേർക്കായി. ഇതെല്ലാം അച്ഛൻ കാണുന്നുണ്ടെങ്കിലും ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ നിൽക്കുകയാണ്. കണ്ടു കഴിഞ്ഞെങ്കിൽ വരാൻ നോക്കു നീ. വൈഗ നോക്കുന്നത് കണ്ടതും അവളിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് അയാൾ അമ്മയോട് പറയുന്ന രീതിയിൽ പറഞ്ഞു. അത് കണ്ടതും അവൾ വിഷമത്തോടെ അമ്മയെ നോക്കി. അമ്മ അവളോട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാൻ എന്ന രീതിയിൽ മുഖം കൊണ്ട് ആംഗ്യം കാണിച്ചു. അച്ഛാ. അച്ഛൻ്റെ അടുത്തേക്ക് നടന്നെടുത്തുകൊണ്ട് അവൾ പതുക്കെ വിളിച്ചു. അയാൾ കേട്ട ഭാവം നടിച്ചില്ല. 2ഉം 3ഉം തവണ അവൾ വിളിച്ചിട്ടും അയാൾ ഗൗനിച്ചില്ല. എന്നോട് മിണ്ടില്ലേ അച്ഛാ? ഞാൻ അത്ര വലിയ തെറ്റാണോ ചെയ്തത് നിങ്ങളോടൊക്കെ? അയാളുടെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് ഷർട്ടിൽ മുറുക്കി പിടിച്ച് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. വീണ്ടും വീണ്ടും അതുതന്നെ ചോദിച്ച് കരയുന്നവളെ കണ്ടില്ലെന്ന് നടിക്കാൻ അയാളിലെ അച്ഛന് സാധിച്ചില്ല. അയാളുടെ കൈകൾ അവളെ ചേർത്ത് പിടിക്കാൻ ഉയർന്നു. തൻ്റെ തോളിലറിഞ്ഞ അച്ഛൻ്റെ കരസ്പർശത്തിൽ അവളുടെ കരച്ചിൽ ഒന്നടങ്ങി. അവൾ നിറഞ്ഞ മിഴികളോടെ അച്ഛനെ നോക്കി. എന്നോട് ക്ഷമിക്കില്ല അച്ഛാ. നിറകണ്ണുകളോടെ തന്നോട് ക്ഷമ ചോദിക്കുന്ന തൻ്റെ മകളെ അയാൾ വിങ്ങുന്ന ഹൃദയത്തോടെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. അവൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. ഒത്തിരി ആഗ്രഹിച്ചിരുന്നു ഈ നിമിഷം. അതുകൊണ്ട് തന്നെ സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നിരുന്നു അവൾക്ക്. അല്പസമയത്തിന് ശേഷം അവൾ അയാളിൽ നിന്ന് അകന്നു മാറി. ഇവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ. അച്ഛാ, അമ്മേ, അകത്തേക്ക് കയറ്. അവൾ അകത്തേക്ക് വിളിച്ചിട്ടും കയറാതെ നിൽക്കുന്ന അച്ഛനെ അമ്മയൊന്ന് നോക്കി. ഹരിനാരായണൻ ഇല്ലേ ഇവിടെ? അച്ഛൻ ഗൗരവത്തോടെ അവളോട് തിരക്കി. ഹരിയേട്ടൻ പുറത്തു പോയിരിക്കുക. ഞാൻ വിളിക്കാം. അച്ഛൻ അകത്തേക്കിരിക്കെ. അവൾ അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചു. ഇല്ല, അയാൾ വരട്ടെ, എന്നിട്ടാവാം. തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അച്ഛൻ പറഞ്ഞതും അവൾ ഹരിയെ വിളിക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പാഞ്ഞു. കോള് വിളിച്ചപ്പോൾ തന്നെ ഹരി വേഗം ഫോൺ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ഹരിയേട്ടൻ എവിടെയാ? എടുത്ത പാടെ വൈഗ ചോദിച്ചു. ഞാൻ ദാ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എന്തായി? വേഗം വരുമോ? എന്താ കാര്യം? അതൊക്കെ ഉണ്ട്, സർപ്രൈസാണ്. അവളുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ അവൾക്ക് അത്രയും സന്തോഷമുള്ള എന്തോ കാര്യമുണ്ട് എന്നവന് മനസ്സിലായി. ഒരു 10 മിനിറ്റ്, ഞാനിപ്പോൾ എത്തും. പിന്നെ ഞാൻ എൻ്റെ വാവയ്ക്ക് ഒരു സർപ്രൈസ് കൊണ്ട് വരുന്നുണ്ട്. അതെന്താ? അത് വരുമ്പോൾ കാണാം. ഓക്കെ ബൈ, ഡ്രൈവ് ചെയ്യാം. അത് പറഞ്ഞ് അവൻ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്തിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.